അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ആഗമനത്തോടെ പള്ളികൾ, മദ്രസകൾ, കലാലയങ്ങളിലൊക്കെ, വീടുകളിൽ ഉൾപ്പെടെ വളരെ മനോഹരമായ ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ സംവിധാനിക്കുകയും തോരണങ്ങൾ തൂക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇത് ഇസ്ലാമികമാണോ എന്ന് ചോദിക്കുന്നവരും സംശയിക്കുന്നവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മഹാനരാകുന്ന ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് നോക്കാം. ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇബ്രാഹിം അർ-റുന്ദി റളിയല്ലാഹു അൻഹു ഹിജ്റ 733 ജനിച്ച് 792 വഫാത്തായ വലിയ ആലിമും സാഹിദുമാണ്. ധാരാളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട്. അർ-റസായിലുൽ കുബ്ര അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. വഗൈസുൽ മവാഹിബിൽ അലിയ ബിശറഹിൽ ഹിക്കം അൽ അതായിയ. ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രശസ്തമായ അൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിന് ശറഹ് ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ ധാരാളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, അമ്മാ യഖഉ ഫി ഹാദൽ യൗമി മിൻ വുഖൂദി ശംഇ വഗൈരി ദാലിക ലി അജലിൽ ഫറഹി. സന്തോഷമുണ്ടാകുന്നതിനു വേണ്ടി റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേകമാകുന്ന മെഴുക് കത്തിച്ചു വെക്കുക. പഴയകാലങ്ങളിൽ അതാണ് സംവിധാനം. അങ്ങനെ മെഴുക് കത്തിച്ചു വെക്കുക, അതുപോലെ തോരണങ്ങൾ ഉൾപ്പെടെയുള്ള സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്താണ് ഇതിന്റെ ഇസ്ലാമിക നിലപാട് എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി പറയുകയാണ്. ഫഅജാബ അല്ലദീ യൽഹറു അന്നഹു ഈദും മിൻ അയാദിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ ദിവസമാണ്, ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ഈദു മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം. വ മൗസിമും മിൻ മവാസിമിഹിം, അവരുടെ ആഘോഷ ദിവസങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ആഘോഷ ദിവസമാണിത്. അതുകൊണ്ട് തന്നെ കുല്ലുമാ യഖ്തലീഹിൽ ഫർഹു വസ്സുറൂറു ബിദാലിക്കൽ മൗലിദിൽ മുബാറക്കി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ആ ജന്മത്തിൽ സന്തോഷമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും, എന്തിനാൽ മിൻ ഈഖാദി ശംഇ മെഴുക് കത്തിക്കലിനാൽ, വ ഇംതാഇൽ ബസരി കണ്ണിന് സന്തോഷമുണ്ടാക്കുന്ന തോരണങ്ങളും മറ്റും തൂക്കുന്നതിനാലും, വതനസ്സുഹി സമഇ വന്നളിരി കാഴ്ചക്കും കേൾവിക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യല്, വതസയ്യുനി ബിമാ ഹസന മിനസ്സിയാബി വസ്ത്രത്തിൽ നിന്ന് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കല്, വറുകൂബി ഫാരിഹിദ് ദവാബി വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യല്, ഇതെല്ലാം അംറുൻ മുബാഹുൻ ലാ യുൻകർ, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ലാ യുൻകർ, ഇതിനൊരിക്കലും നിഷേധിക്കേണ്ട കാര്യമല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ചില ആളുകളൊക്കെ ഹുക്മ് ചെയ്യും ബി അന്ന ഹാദിഹിൽ അശ്യാഅ ബിദ്അ ഫി ഹാദൽ വഖ്തില്ലദീ ലഹറ ഫീഹി സിറുൽ വുജൂദ്. ഈ ലോകത്തിന്റെ രഹസ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് പുത്തൻ ആചാരമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ യുൻകറു അലാ ഖായിലിഹി, ഇത് പറഞ്ഞവരെ നിഷേധിക്കപ്പെടണം, അവരെ റദ്ദ് ചെയ്യപ്പെടണം. ലിഅന്നഹു മഖ്തുൻ വജുമൂദുൻ, അവരുടെ ഹൃദയങ്ങൾ
ലവലേശം സ്നേഹമില്ലാതെ കടുകട്ടിപ്പ് ആയിപ്പോയതിന്റെ കാരണം കൊണ്ടും അവർക്ക് ശക്തമായ റബ്ബിന്റെ കോപം അവർക്കുണ്ടായതുകൊണ്ടുമാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. ഒരിക്കലും അത് ബിദ്അത്തല്ല, നേരെ മറിച്ച് അതേ വകുല്ലുമായ യഖ്തദീഹിൽ ഫറഹു വസ്സുറൂർ ബിദാലിക്കൽ മൗലിദിൽ മുബാറക്കി മിൻ ഈഖാദി ശംഇ വഇംതാഇൽ ബസരി വതനസ്സുഹി സമഇ വന്നദരി വതസയ്യുന ബിമാ ഹസന മിനസ് സിയാബി വറുകൂബി ഫാരിഹി ദവാബി അംറുൻ മുബാഹുൻ ലാ യുൻകർ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, ഒരിക്കലും നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല എന്ന് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദിൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. മുഹമ്മദ് ബിൻ ഖാസിം അർ-റസാഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, യജമാനനായ റബ്ബ് ഹക്ക് ഹക്കായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും ബാത്തിലു ബാത്തിലായി മനസ്സിലാക്കി അവകളെ കൈയൊഴിക്കാനും നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.